വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. കൽപ്പറ്റ നഗരസഭ 5-ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത്. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുകയാണ്. ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്ന് LDF-ന്റെ ആരോപണം. കിറ്റുകൾ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പറയട്ടെ ഇലക്ഷൻ മറ്റേ ഡിഫേസ് ടീമിലെ ഡെപ്യൂട്ടി തഹസിൽ സാറിനെയും വിളിച്ചിട്ടുണ്ട്. അവിടെ സ്ഥാനത്തിൽ നമ്മൾ ഇവിടെ തുടങ്ങാണ് കേട്ടോ. നമ്മളത് വണ്ടിയിൽ കയറ്റുന്ന മുതലുള്ള വീഡിയോ നമ്മളിലുണ്ട്. വീടിനകത്ത് കയറ്റിയതിന്റെ വീഡിയോ ഉണ്ട്. അതിനർത്ഥം നോക്കട്ടെ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, ഇത് വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് വിതരണം ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി വീട്ടിൽ സൂക്ഷിച്ചതാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൽ ഔദ്യോഗിക വിശദീകരണം? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പരിശോധന ഇപ്പോഴും തുടരുകയാണ് വിജയകുമാർ. ഇവിടെ ഞാൻ ആ വീടിൻ്റെ മുൻവശത്താണ് ഉള്ളത്. ആ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുന്നു. നമുക്ക് ആ ദൃശ്യത്തിൽ ഇപ്പോഴത്തെ ദൃശ്യം നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയും. നേരത്തെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ബോക്സായി മറ്റൊരു ഇതായി കാണിക്കാൻ വേണ്ടി കഴിയും. എന്തായാലും ആ പരിശോധന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് 5-ാം വാർഡാണ്, 5-ാം ഡിവിഷനാണ്. 5-ാം ഡിവിഷനിൽ ആണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ചിത്ര എന്നാണ് അവരുടെ പേര്. അവരുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷയിൽ ഉള്ള നിലയിലാണ് കിറ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വീടിനകത്തും കിറ്റുകളുണ്ട് എന്നുള്ളതാണ് ഈ LDF-ന്റെ ആക്ഷേപം, പരാതി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ LDF പ്രവർത്തകർ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം ഈ കിറ്റ് ഈ കടയിൽ നിന്ന് എടുക്കുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ LDF പ്രവർത്തകർ ശേഖരിച്ചിട്ടുണ്ട്. തുടർന്ന് അതിൻ്റെ പിന്നാലെ കൂടിയപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള ഈ കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും ഇത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായാണ് പോലീസ് എത്തിയത്. പോലീസ് FIR ഇടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അല്പസമയം മുമ്പ് വരെ നമ്മൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ള കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും CPM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. എന്തായാലും അവരോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ഒരു പരാതിക്ക് ആധാരമായിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് UDF വലിയ രീതിയിലുള്ള പരാജയ ഭീതിയിലാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയും പണം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുക എന്ന് പറയുന്ന സമീപനമാണ് വ്യാപകമായ രീതിയിൽ നഗരസഭയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ പ്രദേശത്ത് UDF-ന്റെ ഒരു പേയ്മെന്റ് സീറ്റ് എന്ന് അറിയപ്പെടുന്ന സീറ്റാണ് ഈ സീറ്റ്. നഗരസഭയിലെ ചെയർമാന്റെ കൂടി വാർഡാണ്. ആ നിലക്കുള്ള തെരഞ്ഞെടുപ്പ് വെക്കുന്ന ഈ വാർഡിൽ എതിർ സ്ഥാനാർത്ഥി ഒരു തൊഴിലുറപ്പ് മേറ്റായിട്ടുള്ള ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പിനെ പണം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ കിറ്റ് വിതരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ നഗരസഭയിലെ മറ്റു വാർഡുകളിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വാർത്ത പോയപ്പോൾ കിറ്റുകൾ പല പ്രദേശങ്ങളിൽ വെച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. UDF-ന്റെ പ്രധാന നേതാക്കന്മാരുടെ കടകളിൽ കിറ്റുകൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് ആളുകളെ പല സമയങ്ങളിൽ പറഞ്ഞു വിട്ടുകൊണ്ട് ഇത് വാങ്ങുന്നു. ആളുകളെ ഈ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് UDF ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള അങ്ങനെ ഒരു ആരോപണം നിങ്ങൾ ഉന്നയിക്കാൻ കാരണം? തീർച്ചയായിട്ടും ഇത് ഈ വാഹനത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെയും ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടുള്ള ആളുടെ വാഹനത്തിൽ നിന്നാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഇത് ഈ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നാണ് ഇത് പിടിക്കുന്നത്, വേറെ മറ്റൊരു സ്ഥലത്തു നിന്നല്ല. ഇത് വാഹനത്തിൽ കയറ്റുന്നത് മുതലുള്ള ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത് വരെയുള്ള മുഴുവൻ വീഡിയോയും ഞങ്ങളുടെ കയ്യിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ എത്തിയിട്ടുണ്ട് വിജയകുമാർ. അവരുടെ നേതൃത്വത്തിൽ കാര്യം കൂടി ഉള്ളത്, ഇതിൽ UDF-ന്റെ വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ സുർജിത്ത്? UDF സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും മറുപടി ഉണ്ടോ? വിജയകുമാർ അവർ വീടിനകത്താണുള്ളത്. അവരുടെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചെങ്കിൽ അദ്ദേഹം ആ സമയത്ത് അതിൻ്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. എന്തായാലും വിശദീകരണം ചോദിക്കുന്നതാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്, അവരുടെ വിശദീകരണം കൂടി നമ്മൾ ചോദിക്കുന്നതാണ് വിജയകുമാർ. ഇപ്പോൾ നിലവിൽ അവരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അത് അല്പസമയത്തിനകം ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത് വിജയകുമാർ. അവിടെ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുകയാണ്. ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്ന് LDF-ന്റെ ആരോപണവുമുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ LDF പ്രവർത്തകർ ശേഖരിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ UDF-ന് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ വരും എന്ന് കരുതുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.